അപ്പം കൂലിപ്പണി തന്നെയാണ്, ലോട്ടറി പണിയൊന്നുമല്ല. വാർക്കപ്പണി മേലനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ്. എത്ര വയസ്സ് ആൾക്കാർ ഓരോ കഥകൾ പറഞ്ഞു, ഭയങ്കര കഥകളാണ്. അപ്പൊ അതിലൊന്നും പ്രേക്ഷകർ കരുതണ്ട, ഇതാണ് വാസ്തവം കേട്ടോ. അപ്പനൊരു ഇത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോഴാണ് ലോട്ടറി വിറ്റേന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ എനിക്കറിയാൻ പാടില്ല. അപ്പൊ ആൾക്കാർ ഓരോന്ന് പറയണം. അതിപ്പോ എന്റെ ഫാദർ എന്റെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാനിപ്പോ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എന്റെ അപ്പനാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാള്. പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ ഇല്ലെന്നേ. സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് ഒരു ടിപ്പിക്കൽ ഒരു സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ സിനിമാ ഫ്രെയിമിൽ കാണുകയോ ചെയ്യുന്ന ഒരു അച്ഛൻ അമ്മ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് ഒരേ പുതപ്പിൻ്റെ കീഴിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിപ്പിച്ച് അല്ലേ, അങ്ങനെ പോകുന്നൊരു ബാല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു ചെറിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ച് ഇങ്ങനെ വരണം എന്നുള്ളത്. രണ്ടാമത്തത് ചില ശീലങ്ങളുടെ കാര്യത്തിലും അങ്ങനെ വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണത്.